എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പഴയകാല നാടൻ പലഹാരമാണ്. നല്ല സ്വാദാണ് കഴിക്കാനായിട്ടും. ഇനിയിപ്പോൾ 4 മണിക്ക് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനും സൂപ്പർ ടേസ്റ്റുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ അരി കഴുകി നല്ലതുപോലെ വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം ചൂടായ പാനിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല മുരുമുരാന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അരി ഒന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് 50 ഗ്രാം അളവിൽ ബദാം പരിപ്പും കൂടി ചേർത്ത് അരി പൊട്ടി വരുന്നത് വരെയും വറുത്തെടുക്കാം. ഈ ഒരു സമയത്ത് ഒരു നാളികേരം ഒന്ന് തിരുമ്മി വെക്കണം. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കരയും ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ നല്ലോണം മുരിഞ്ഞു വന്ന അരി മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് തിരുമ്മിയ നാളികേരം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള അരിയുടെ ചൂടാറി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിലെ നല്ല ജീരകവും 10ഓളം ഏലക്കയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ നാളികേരത്തിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒറ്റടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ശർക്കര പാനി നല്ലതുപോലെ തിളച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ള അരിപ്പൊടി കൂടെ ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണം നമുക്ക് ഇളക്കി യോജിപ്പിക്കാനായിട്ടും. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു നാടൻ പലഹാരം തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.